എടാ ഞാൻ ശരിക്കും മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ഒരുപാട് ആഗ്രഹങ്ങൾ മാറ്റി വെച്ച് ജീവിച്ച ആളാണ്. അപ്പൊ പിന്നെ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ എന്നെ തേടി വരാൻ തുടങ്ങി. ഓ ഇങ്ങോട്ട് തന്നെ ഫിലോസഫറാണ്, കാണുന്ന പോലെ ഒന്നല്ല. കണ്ടാലും ലുക്കിലൊന്നുള്ളൂ ആള് ഫിലോസഫറാണ്. കണ്ടാലും ലുക്കിലൊന്നുള്ള ആള് ഫിലോസഫറാണ് സംഭവം. ഞാൻ എന്റെ അമ്മേ പണ്ഡിതനാണല്ലേ, അപ്പൊ തന്നെ ചോദിച്ചു പണ്ഡിതനാണല്ലേ, അറിഞ്ഞില്ല ആരും പറഞ്ഞില്ല എന്നുള്ളൊരു വൈബാണല്ലേ. ഇനിയിപ്പോ ഇതിന്റെ താഴെ കമന്റ് വരുമോ, അയാൾക്ക് ലുക്കിന് കുഴപ്പം, അയാൾക്ക് നല്ല ലുക്ക് ഉണ്ടല്ലോ, ഒന്നും പറയാൻ പറ്റില്ല. കണ്ണട വെച്ചോണ്ടല്ലേ അവന് കണ്ണടയില്ല. ഈ ഒരു കാര്യമേ നമ്മള് ഒരു കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പം നസീറൊക്കെ സംബന്ധിച്ച് എത്രയോ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് സ്റ്റേജുകൾ, അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ പരിപാടി ഒന്നും ഇല്ലാത്ത സമയത്ത് തന്നെ എത്ര വേദികളിൽ പോയി അല്ലേ. അപ്പോൾ ആ സമയത്ത് നമ്മൾ പറയേണ്ട ഒരു, ഇതിന് മുമ്പും ഞാൻ ചോദിച്ചിട്ടുണ്ട്, പക്ഷേ ഇതുമായിട്ട് ഞാൻ റിലേറ്റ് ചെയ്യാം. പക്ഷെ ഇപ്പം നമ്മൾ പറയുമ്പോൾ കുറച്ചുകൂടെ കൺസേൺഡ് ആയിട്ട്, അയ്യോ ഇപ്പൊ തന്നെ അതൊക്കെ മൈൻഡിൽ പെട്ടെന്ന് വന്നു. അതെന്താ ഇപ്പൊ നമുക്കൊരു, ഇപ്പൊ ഞാൻ ബമ്പർച്ചിരി അറിയാമല്ലോ, ബമ്പർച്ചിരി അറിയാലോ, ബമ്പർച്ചിരിയിൽ വരുന്ന കണ്ടസ്റ്റൻസിനെയൊക്കെ നമ്മൾ ചിലപ്പോൾ എടാ എടി എന്നൊക്കെ വിളിക്കാറുണ്ട്, നീ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അത്രയും സ്വാതന്ത്ര്യത്തിലാണ് വിളിക്കുന്നത്. അത് നമുക്ക് അത്രയും സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടാണ്, അവരുടെ അടുത്ത് ഫ്രീഡം ഉള്ളതുകൊണ്ടാണ്. അതല്ലാണ്ട് ഇപ്പൊ നമ്മളൊരാളെ കയറി നമ്മളെന്ത് വലിയ ആളാന്ന് വെച്ചിട്ട് എടാ എടി നീ, അങ്ങനത്തെ ഒരു അധികാരമല്ല. നമ്മുടെ സ്നേഹത്തിന്റെ പുറത്തുള്ളൊരു ഇതാണ്. എനിക്ക് അതിനടിയിൽ കമന്റ് വന്നിരുന്നു, ഇവരാരാണ് ഇവരെയൊക്കെ ഇങ്ങനെ എടാ എട എന്നൊക്കെ വിളിക്കാൻ. ഞാൻ പറഞ്ഞതാ. അപ്പൊ എന്തിനൊക്കെ ഞാൻ കലാഭവൻ മണിയെ ഞാൻ പണ്ട് ഇന്റർവ്യൂ ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നു. ഞാൻ മണി എടാ പോടാ എന്നൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇല്ലേ, എടാ മണി എന്നൊക്കെ അല്ലേ വിളിക്കുന്നത്. ഞങ്ങളൊക്കെ പ്രായത്തിന് ഒരു വയസ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ അതിന്റെ അടിയിൽ വരെ കമന്റ് വന്നപ്പോൾ എനിക്ക് വിഷമമായി, ഇവനാരാ കലാഭവൻ മണി എടാന്ന് വിളിക്കാൻ എന്നൊക്കെ ചോദിച്ചപ്പോൾ. അപ്പം നമുക്കപ്പം നമ്മുടെ ഒരു സൗഹൃദത്തിനൊക്കെ നമ്മൾ കൊടുക്കുന്ന ഒരു വാല്യൂ, ഒരു സ്നേഹമൊക്കെ ഇല്ലേ, അതുപോലും ചോദ്യം ചെയ്യപ്പെട്ടു തുടങ്ങിയ നമുക്ക് എന്ത് പറയാൻ പറ്റും. ഞാൻ ഈ മിമിക്രിയുടെ കേസ് തന്നെ എന്നെ കൊണ്ട് പറ്റാത്തതുകൊണ്ടല്ല ഇപ്പോഴും ചെയ്യാൻ, പുതിയത് പഠിച്ച് ചെയ്യാനൊക്കെ പറ്റും, പുതിയ ഐറ്റംസ് ഒക്കെ ചെയ്യാനുള്ള നമുക്ക് പറ്റും, നമ്മൾ ചെയ്തിട്ടുള്ള ആള് തന്നെയാണ്. പിന്നെ ചിലപ്പോൾ അതിൻ്റെ ഒരു പെർഫെക്ഷൻ എത്രത്തോളം ഉണ്ടാവും എന്നുള്ളതിനെ കുറിച്ചൊരു വോയിസ് രജിസ്റ്റർ ആയി പോയതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു പരിമിതി ഉണ്ട്. പേടിച്ചിട്ടാണ് നമ്മൾ എന്ത് പറയും. രാഷ്ട്രീയത്തിനെ എടുത്ത് പറയാൻ പറ്റില്ല, മതത്തിനെ തൊട്ട് കളിക്കാൻ പറ്റില്ല, ഒരു പ്രൊഫഷൻ ഏതെങ്കിലും ഒരു തൊഴിലിനെ എടുത്ത് വെക്കാൻ പറ്റില്ല. നമ്മൾ പിന്നെ എങ്ങനെ ഹ്യൂമർ ഉണ്ടാകും? ഒരു ആക്ടർ പറയുന്ന ഡയലോഗ് ആണെങ്കിൽ പോലും അതും തിങ്ക് ചെയ്യണം. എല്ലായിടത്തും നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ ഏതെങ്കിലും ഒരു തൊഴിലിനെ വെച്ചിട്ടൊക്കെ എന്തെങ്കിലും വെച്ച് നമ്മൾ തമാശ പറഞ്ഞാൽ അത് എല്ലാത്തിനെയും പറയില്ലേ. ഇപ്പൊ പോലീസുകാരെ കളിയാക്കി എന്തോരം സ്കിറ്റുകൾ വന്നിട്ടുണ്ട്, ഡോക്ടർമാരെ കളിയാക്കി എന്തോരം സ്കിറ്റുകളുണ്ട്, വക്കീലന്മാരെ കളിയാക്കി എന്തോരം സ്കിറ്റുകൾ ചെയ്തിരിക്കുന്നു. ഇപ്പൊ മതപണ്ഡിതന്മാരെയൊക്കെ കളിയാക്കിയിട്ടൊക്കെ കളിയാക്കിയല്ല, വിമർശിച്ചുകൊണ്ടുള്ള സ്കിറ്റുകൾ വന്നിട്ടില്ലേ. പക്ഷെ ഇപ്പം നമ്മളത് ആലോചിക്കണം. ഇപ്പൊ അത് ഭയങ്കരമായിട്ട് അതിനെ ഒരു കട്ടെടുത്ത് വൈറലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വന്നോണ്ടേയിരിക്കും. കാര്യം നമ്മൾ ക്ലിയർ ചെയ്ത് വരുമ്പോഴത്തേക്കിന് നമ്മുടെ 10 തലമുറയ്ക്ക് മുമ്പുണ്ടായിരുന്ന അപ്പൂപ്പാപ്പാക്ക് വരെ തെറിവിളി, കാര്യം നമ്മൾ പോലും കണ്ടിട്ടില്ലാത്ത നമ്മുടെ ഉപ്പാപ്പായും ഉമ്മാമ്മയെ കിടന്ന് തെറിവിളി പോരുമ്പോ തന്നെ നസീർക്കാട് ഉമ്മ പറയും, നീ പോയി ആവശ്യമില്ലാത്ത തമാശ പറഞ്ഞത്, ഞാനിവിടെ കിടന്ന് തുമ്മി ചാവേണ്. കെയർഫുൾ ആകണം എന്നുള്ളല്ലേ. അത് ഈവൻ നമ്മളൊരു പബ്ലിക്കിൽ സംസാരിക്കുന്നവരെ കെയർഫുൾ ആവും, ഒരു മൈക്കിട്ട് സംസാരിക്കുമ്പോൾ വരെ കെയർഫുൾ ആകണം എന്നുള്ളൊരു സിറ്റുവേഷനിൽ എത്തി. ഈ കോളേജ് സ്കൂൾ പരിപാടിക്കൊക്കെ വിളിക്കുമ്പോഴും പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ പോയിട്ട് എന്താണ് നമ്മൾ ഇവരോട് പറയാൻ പോകണം? നമ്മൾ കുറച്ച് സീരിയസ് ആയിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ മോട്ടിവേഷനാണ് തന്തവൈവാന്നും പറഞ്ഞ് അതിന് വേറൊരു പിന്നെ മിമിക്രി കളിക്കാതിരിക്കണം. മിമിക്രി കളിക്കുമ്പോഴുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ പുതിയത് കളിച്ചില്ല ഇവർക്കൊട്ട് മനസ്സിലാവത്തില്ല, അതിന് വേറെ ഇത് വരേക്കണം. പിന്നെ നമ്മൾ എന്ത് പറയും? ആക്ച്വലി ഒരു പ്രതിസന്ധിയിലാണ്. അതുകൊണ്ടാണ് ഞാൻ പതുക്കെ ഇപ്പൊ കിട്ടുന്ന സിനിമകളൊക്കെ വെച്ച് സന്തോഷമായിട്ട് ഞാൻ പൊക്കോണ്ടിരിക്കുന്നതാണ്. വലിയ തമാശകളുള്ള സിനിമ ഉണ്ടാകാത്തത് അതുകൊണ്ടാണ്, ഒരു കാരണമാണ് അല്ലെ. വലിയ തമാശകളെ അലാർത്ത് ചിരിക്കാൻ പറ്റാത്തത്, ഒരാളെയും വിമർശിക്കാൻ പറ്റണില്ല, പിന്നെ ഇത് എങ്ങനെ ഉണ്ടാക്കും? വിമർശനമൊന്നല്ല, നമുക്ക് ഒരു കാര്യത്തിലും പറയാൻ പറ്റണില്ല. ശരിയത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പൊ മറിമായം എന്ന് പറയുന്നത് എത്രയോ വർഷമായി,
അതിൽ തന്നെ ഇപ്പം രാഷ്ട്രീയം അല്ലെ പൊളിറ്റിക്സും ഇതുമൊക്കെ എത്രയോ എണ്ണം ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ റീസെൻ്റ്ലി വരുന്ന സിനിമകൾ, ഇപ്പോൾ എമ്പുരാനായിക്കോട്ടെ, റീസെൻ്റ്ലി വരുന്ന സിനിമകളിലൊക്കെ ഇപ്പോൾ എന്തെങ്കിലും പൊളിറ്റിക്കൽ ഇതുണ്ടെങ്കിൽ അത് ആൾക്കാർ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ മറിമായം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്നാണല്ലോ ഇന്നാണല്ലോ ഈ പൊളിറ്റിക്കൽ അങ്ങനത്തെ ഉള്ള എപ്പിസോഡുകൾ വരുമ്പോൾ കോളുകൾ വന്നിട്ടുണ്ട്. നസീർക്ക പറഞ്ഞ പോലെ അതിന് പരമാവധി ശ്രദ്ധിക്കാറുണ്ട് ഞങ്ങൾ. ഒരു ഡബിൾ മീനിങ് വരാതെ, ഒരു സമുദായത്തിനെ ഒരു തൊഴിലിനെ ആക്ഷേപിക്കാതെ, അല്ലെങ്കിൽ ആർക്കെങ്കിലും വേദന തട്ടുന്ന പോലത്തെ ഒരു ഡയലോഗ് വരാതിരിക്കാനും, ഇനി അബദ്ധത്തിൽ വന്നുപോയി അത് തൂക്കാനും ജനപക്ഷത്ത് നിന്നുണ്ട്. എല്ലാവരുടെയും മുതലാണിത്. ഒരാളും അന്യരല്ല, എല്ലാവരും നമ്മളുടേതാണെന്ന് പറയാൻ പാകത്തിൽ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. എന്നാലും മുഖം നോക്കാതെ നമ്മൾ വിമർശിക്കാറുണ്ട്. ആ വിമർശിക്കുമ്പോൾ വിമർശനം കൊള്ളണവര് നമ്മളെ തന്തക്കും തള്ളക്കും വിളിക്കാറുമുണ്ട്. അതിനൊരു കുറവുമില്ല. പിന്നെ എപ്പിസോഡിന്റെ അടിയിൽ അങ്ങനെ ഇതൊരു ടീം വർക്ക് ആണല്ലോ. ആ പ്രോഗ്രാമിന്റെ പേരിലാണല്ലോ നടക്കുന്നത്. മറ്റേത് നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യുന്നതാണ്. നമ്മൾ പോയി ഒരു സ്ഥലത്ത് സംസാരിക്കുന്ന മറ്റേതൊരു ഷോയാണ്. ആ ഷോയാണ്, ആക്ടിങ് ആണ്. ഇത് റിയൽ ആയിട്ട് നമ്മൾ പറയുമ്പോൾ പിന്നെ റീൽസിന്റെ യുഗമല്ലേ, നമുക്ക് അത്രയും നമുക്ക് വിഷ്വൽ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ശരിയാണ്. നമുക്കൊരു 2 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ തന്നെ നമ്മൾ മാറി തുടങ്ങിയില്ല. അത്രയും പോലെ നമ്മളിപ്പം നിൽക്കുന്നില്ല. മാക്സിമം 30 സെക്കൻഡ് ഒക്കെയാണ് വിഷ്വലിന്റെ. അപ്പം നമ്മൾ പറയുന്ന തമാശയ്ക്കും നമ്മൾ അവതരിപ്പിക്കുന്ന സ്കിറ്റിനും ഒക്കെ ലെങ്ത് ഒരു വിഷയമായി മാറും. ഇപ്പം 10 മിനിറ്റ് 15 മിനിറ്റ് സ്കിറ്റൊന്നും ഇപ്പോൾ ആൾക്കാർ ഇരുന്ന് കാണുകയില്ല. ലാസ്റ്റ് പറഞ്ഞാൽ എന്താണെന്ന് നോക്കുന്നത് ഇങ്ങനെ വരച്ചിട്ട്. ഞാൻ ഈ പുതിയ ഞാൻ ഉണ്ട് ഇങ്ങനെ വരച്ചിട്ട് ലാസ്റ്റ് എന്താ പറയുക, ലാസ്റ്റ് എന്താണെന്ന് നോക്കുന്നത്. ഇപ്പൊ സ്റ്റേജിലൊക്കെ നമ്മൾ അനുഭവിക്കുന്നതാണ്. ഇപ്പൊ പുതിയ തലമുറയിൽ ആണെങ്കിലും പഴയ ആൾക്കാരാണെങ്കിലും പണ്ടത്തെ പോലെ സ്കിറ്റ് ഒന്നും ഇപ്പൊ സ്റ്റേജിൽ കളിച്ച് വിജയിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. ലാസ്റ്റത്തെ ചെന്ന് ആദ്യം പറഞ്ഞ അത്രയും സന്തോഷം. ആദ്യത്തെ 3 സെക്കൻഡിലൊക്കെ ഉള്ളിൽ സാധനം നമ്മൾ പിടിച്ചോണം. എങ്ങനെയെങ്കിലും കയ്യിലെടുത്തോണം. പിന്നെ 4-5 സെക്കൻഡിനുള്ള അല്ലെങ്കിൽ നടുക്ക് രക്ഷപ്പെടുത്താൻ നോക്കിയിട്ട് കാര്യമില്ല. ഒന്നെങ്കിൽ അല്ലെങ്കിൽ പണ്ട് 25 മിനിറ്റ് ഒക്കെയാണ് നമ്മളൊരു സ്കിറ്റ് കളിക്കുന്നത് സ്റ്റേജിൽ. അതുപോലത്തെ എത്ര എണ്ണം, 3-4 എണ്ണം. അത് കാണാൻ വേണ്ടി സ്റ്റേജിലാണെങ്കിലും ഞാൻ ഓർക്കുന്നുണ്ട്, കടലയൊക്കെ മേടിച്ച് ഈ പീസും ഒക്കെ മേടിച്ച് ഇങ്ങനെ ഇരിക്കും, കുളിച്ച് റെഡിയായിട്ട് വരും ഇതിന് വേണ്ടി ഒരു മണിക്കൂർ ഇരിക്കാൻ വേണ്ടി. എന്നിട്ട് പരിപാടി കഴിഞ്ഞ് ഇക്കയൊക്കെ ഇറങ്ങുമ്പം ഒരു ജനക്കൂട്ടം അങ്ങ് വരും പരിചയപ്പെടാൻ. അന്ന് സെൽഫി ഉൽഫി ഇല്ലെങ്കിൽ പോലും ഒരു ഓട്ടോഗ്രാഫോ കൈ പിടിക്കാൻ. അതിന്ന് ഒരു ഏറ്റവും വലിയ രസം പറഞ്ഞാൽ ആദ്യം ഒരുത്തിന് ഓട്ടോഗ്രാഫ് വെക്കും ഒരാള്. അവൻ എഴുതാൻ വേണ്ടി പോകുമ്പോൾ അതിന്റെ മേളി അങ്ങനെ ഏറ്റവും ലാസ്റ്റ് വെക്കുന്നവൻ ആദ്യം കിട്ടും. ഈ താഴെ വെച്ചില്ല ആദ്യം വെച്ചവൻ, അവൻ അങ്ങനെ തന്നെ ഇരിക്കും. അപ്പോഴത്തേക്ക് നമ്മൾ പോകാനുള്ള സമയമാവും. മിക്കപ്പോഴും സംഭവിക്കുന്ന അതാണ്. ഇപ്പൊ നമ്മൾ സെൽഫി എടുക്കാൻ നിൽക്കുന്ന ഒരാളുമായിട്ട് ഇതിന്റെ ഇടയിൽ കൂടെ വേറൊരു 4-5 ഫോണൂടെ വരും. ഇത് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം, അത് അടുത്തടുത്ത് വരുമ്പോ അതായിരിക്കും ആദ്യം കിട്ടുന്നത്. അത് മറ്റവന്റെ എടുക്കുന്നൊന്നും അവർക്ക് വിഷയമല്ല, അവര് വന്ന് എടുത്തിട്ട് പോകുക എന്നുള്ളത്. പ്രോഗ്രാം കഴിയുമ്പോ ഓട്ടോഗ്രാഫ് ഞാൻ ആദ്യമായിട്ട് കൂടെ ഫോട്ടോ എടുത്താണ് ഒരു സിനിമ നടൻ നസീർക്കാണ്. ഞാൻ ഇപ്പൊ ഇത് പറഞ്ഞപ്പോഴേ ഓർത്തത്, ചെറുപ്പത്തിലെ നസീർക്കയും ഷാജുവും കൂടി ബോൾഗാട്ടി പാലസിലേക്ക് പോകണേന് എന്തോ കാര്യത്തിന് വേണ്ടി ഉച്ചക്ക്. ശരി. അപ്പൊ ഇവരന്ന് മിമിക്രിയിൽ കത്തി നിൽക്കണ സമയമാണ്, സ്റ്റേജിലും വീഡിയോ കാസറ്റും. അപ്പൊ നമ്മള് ഇവരോടുള്ള ആരാധനയാണ്. അപ്പൊ ഞാനും ധർമ്മജനും ഹൈക്കോർട്ടിലെ മറൈൻ ഡ്രൈവില് കല്ലേലി ഇരിപ്പുണ്ട്. രാവിലെ വീട്ടിൽ നിന്ന് എണീറ്റ് വന്ന് ഈ കല്ലേലി ഇരുന്ന് വൈകുന്നേരം ആകുമ്പോ വീട്ടിലൊക്കെ പോക്കാ പണി. അപ്പൊ നോക്കിയപ്പോ ബോട്ട് കാത്ത് നസീർക്കൊക്കെ ഇൻഷേർട്ട് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ് ഗംഭീര്. ഇല്ലേ, ഇച്ചിരി ജാട ഉണ്ടായിരുന്നല്ലേ. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു അസ്ഥിത ഉള്ളിൽ കിടക്കണോണ്ടേ ആളുകൾക്ക് അറിഞ്ഞോടെങ്കിലും ഉള്ളിലുണ്ടല്ല. ഞാൻ ചെന്ന് പരിപാടി കാണാറുണ്ട് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫോട്ടോ എടുത്തോട്ട് പിന്നെന്താ. അപ്പൊ ഒരു ചിരി പുള്ളി സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അവിടെ ചെന്ന് ഫോട്ടോ എടുത്ത് ആ പടം എന്റെ അടുത്ത് ഇപ്പോഴും ഉണ്ട്. ചിരി സെറ്റ് ചെയ്ത് വെച്ചാണ്. ഓക്കെ എന്ന് പറയുമ്പോ തന്നെ ഇങ്ങനെ ഒരു ചിരി.